ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽഡേ വരുന്ന റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇന്ന് കാർഡ്സിലൂടെ നോക്കുന്നത്. കറൻറ്റ് ഫീലിംഗ് ആണ്. ഇന്ന് ഏസ് ഓഫ് കപ്സിലൂടെ നിങ്ങളുടെ പേഴ്സൺ ന്യൂ കണക്ഷൻ ആഗ്രഹിക്കുകയാണ്. റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വരുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എൻഡായി പോകുന്ന ഒന്നല്ല എന്നവർ തിരിച്ചറിഞ്ഞു. ന്യൂ ഫൗണ്ടഡ് ഇമോഷൻ എന്നാണ് കാർഡ് പറയുന്നത്. പോസിറ്റീവ് ഔട്ട്കംസ് തന്നെയാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഇന്ന് അവർ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്ന നിങ്ങളിലേക്കാണ്. നിങ്ങളാണ് ശരിയെന്നവർ തിരിച്ചറിയുന്നു. ഇന്ന് അവരുടെ ഹേർട്ട് നിറയെ നിങ്ങളോടുള്ള സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാകുന്നത് അവർക്ക് കപ്പ് നിറയെ സ്നേഹമാണ്. ആത്മാർത്ഥമായിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണെ തന്നെയാണ് സെക്കൻഡ് കാർഡ് കാണിച്ചു തരുന്നത്. 5 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലിമിറ്റ്സ് ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരു അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളും അവരും സെപ്പറേഷനിലായ ആ നിമിഷം മുതൽ അവരിൽ ഒരു നെഗറ്റീവ് എനർജിയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. നിങ്ങളാണ് അവരൊരു പോസിറ്റീവ് എനർജി കണ്ടിട്ടുള്ളത്. ഈ റിലേഷൻഷിപ്പ് തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അവരിലെ പ്രവർത്തനത്തെയാണ്, അവർ എടുക്കുന്ന ആക്ഷനെയാണ് കാണിച്ചു തരുന്നത്. ലെവലിംഗ് അപ്പ് എന്നാണ് കാർഡ് പറയുന്നത്. ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന അവരുടെ സുഹൃത്തുക്കളാവാം, കൊളീഗ്സ് ആവാം, അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ സ്നേഹം നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട്, അവരെ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് അവർ സപ്പോർട്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഹാർമണി ആയിട്ട് തന്നെയാണ് കാർഡ് പറയുന്നത്. ഇവിടെ അവരുടെ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ആ ഒരു എഫേർട്ട് അവരെടുക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള അവസരമുണ്ടായിട്ടും അവരാണ് കാണാൻ വരാതിരുന്നത്. എന്നാൽ തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളിലേക്ക് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു ബാലൻസിനെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്. 2 ഓഫ് പെന്റക്കിൾ. ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് തരാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഒരു ഇക്വിലിബ്രിയമാണ് കാണിക്കുന്നത്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബാലൻസ് അവർക്ക് ലഭിക്കൂ എന്നവർ ചിന്തിക്കുകയാണ്. നിങ്ങളാണ് അവരുടെ ബെസ്റ്റ് ഹാഫ് എന്നവർ തിരിച്ചറിയുകയാണ്. അവരിലെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവരിലുള്ളത്. കിങ് ഓഫ് പെന്റക്കിളുടെ എനർജി എന്ന് പറയുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ കൈവന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സണെയാണ് കാണിക്കുന്നത്. ഒരു കിങ്ങിനെ പോലെ അവരുടെ കരിയറിൽ അവർക്ക് പ്രോഗ്രസ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എങ്കിൽ കൂടിയും അവർ തനിച്ചാണെന്ന് അവർക്ക് ഫീൽ ചെയ്യുകയാണ്. ഇവിടെ എല്ലാ സൗഭാഗ്യങ്ങളും അവർക്കുണ്ട്, എങ്കിലും നിങ്ങളില്ല എന്നവർ ചിന്തിക്കുകയാണ്. ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഒരു തോട്ട് ലീഡറെ പോലെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചിരിക്കുന്നത്. അവരുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ഇവിടെ പേഴ്സണൽ ഗ്രോത്ത് നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നല്ല രീതിയിലുള്ളൊരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന അവരുടെ സ്വപ്നങ്ങളെ, ഡിസയേഴ്സിനാണ് കാണിക്കുന്നത്. അവർ എഫേർട്ട് എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് വാൻഡ്സ് ആണ്. രാജാവിനെ പോലെ തീരുമാനമെടുക്കുന്നു എന്നാണ്. വാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഡിസിഷനെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നു. ഉറച്ച തീരുമാനത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഈ റിലേഷൻഷിപ്പിൽ സക്സസ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അവരുടെ ബിസി ലൈഫിനെയാണ് 8 ഓഫ് പെന്റക്കിൾ പറയുന്നത്. രാവും പകലും അധ്വാനിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് യൂണിവേഴ്സ് പറയുന്നത്. അവരുടെ കരിയറിലെ ഗ്രോത്തിനെയും കാർഡ് മീൻ ചെയ്യുന്നു. ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് 8 ഓഫ് പെന്റക്കിൾ പറയുന്നത്. മാസ്റ്ററിംഗ് എ സ്കിൽ ആൻഡ് എക്സ്പേർട്ട് എന്നാണ് കാർഡ് പറയുന്നത്. അതിലൂടെ അവർ നേടിയെടുക്കുന്ന മെത്തോളജിക്കൽ പ്രോഗ്രസിനെയും കാർഡ് മീൻ ചെയ്യുന്നു. അവരുടെ സോൾ പേർപ്പസ് അവർ നേടിയെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് വാൻഡ്സിന്റെ എനർജി. ഇന്ന് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുമ്പോൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരിലെ സ്വപ്നങ്ങളെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ഓരോരോ ആഗ്രഹങ്ങളായിട്ട് അവർ നേടിയെടുക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു. സെൽഫ് എക്സ്പ്രഷനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യുന്നു എന്നാണ്
3 ഓഫ് സോർട്സ് കാർഡ് പറയുന്നത് ഹാർട്ട് ബ്രോക്കണെയാണ്, ബിറ്റർനെസ്സിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. രാത്രിയിൽ അവർക്ക് ഉറങ്ങാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലൂടെ അവർ പോകുന്നു എന്നാണ് 3 ഓഫ് സോർട്സ് കാർഡ് പറയുന്നത്. ഈ സെപ്പറേഷൻ, ഈ ലോസ് എന്ന് പറയുന്നത് അവരെ മാനസികമായിട്ട് തളർത്തുന്നുണ്ട്. നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. നിങ്ങളെ തന്നെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇൻസ്പിറേഷൻ അഗെയിൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് പെൻറ്റക്കിളിന്റെ എനർജിയാണ്. ഇവിടെ 6 പെൻറ്റക്കിൾ ഉണ്ടെങ്കിൽ കൂടിയും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ കൈകളിലേക്ക് വീഴുന്നത് 2 പെൻറ്റക്കിളാണ്. 2 വഴികളിലൂടെ, 2 വ്യക്തികളിലൂടെ നിങ്ങൾക്ക് വരുന്ന അബണ്ടൻസിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവും പറയുന്നു. നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള സന്ദർഭം, അവസരം എന്ന് പറയുന്നത് 2 വ്യക്തികളിലൂടെയാവാം, 2 വഴികളിലൂടെയാവാം എന്ന് പറയുന്നു. ഇവിടെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് പറയുന്നത് പോസിറ്റീവ് തിങ്കിങ് എന്നാണ്. അങ്ങനെയെങ്കിൽ 6 ഓഫ് സോർട്സിന്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ് ലഭിക്കുന്നത്. ട്രാൻസിഷനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്, മാറ്റമാണ്. ഹെൽപ്പ് അറൈവിങ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്നുള്ളൊരു കാർഡ് തന്നെയാണ് 6 ഓഫ് സോർട്സ് കാർഡ്. ഒരു മാറ്റം തന്നെയാണ് അവരിൽ സംഭവിക്കുന്നത്. ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. അവർ ചെയ്ത തെറ്റുകൾ അവർ തിരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. റിഗ്രറ്റിനെയാണ് കാർഡ് പറയുന്നത്. ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ജേണിയെ കാണിക്കുന്നു, ഒരു മാറ്റത്തെ കാണിക്കുന്നു. ഇവിടെ മറ്റുള്ളവർ അവരെ സഹായിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അവർ എത്തുന്നതാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളും അവരും വേദനിക്കുന്ന സമയമാണ്. നിങ്ങൾ എത്ര കണ്ട് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. ഈ സമയം കടന്നുപോകും, ഈസി ആയിട്ട് കടന്നുപോകുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി നിങ്ങളിലേക്ക് സന്തോഷ നിമിഷത്തെയാണ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. ഒരു ഹീലറെയാണ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ കരിയർ ആവാം, മറ്റുള്ളവർക്ക് ആശ്വാസമേകുന്ന ഒരു വ്യക്തിയെയാണ് കാണിച്ചു തരുന്നത്. ഫിനാൻഷ്യൽ പരമായിട്ട് നല്ല രീതിയിൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു പേഴ്സന്റെ എനർജി, സെൽഫ് മെയ്ഡ് പേഴ്സണെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അവരുടെ അധ്വാനത്തിന്റെ ഫലം തന്നെയാണ് അവർ ഇന്നിരിക്കുന്ന ഒരു പൊസിഷനും അവരിലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും എന്ന് യൂണിവേഴ്സ് പറയുന്നു. അവരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ ചെയ്തിട്ടുള്ള എഫേർട്ട് തന്നെയാണ് അവരിലേക്ക് പ്രോഗ്രസ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് കാർഡ്സ് പറയുകയാണ്. ഇന്ന് അവർ ചിന്തിക്കുന്നത് അവർക്കെല്ലാം ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങളില്ല എന്നാണ്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ചാരിയറ്റ് കാർഡ് മീൻ ചെയ്യുന്നത്. സ്പീഡായിട്ടുള്ള ഒരു ആക്ഷനെയാണ് ചാരിയറ്റ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് സാധ്യമാകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ആ ഒരു സ്നേഹത്തിന്റെ ഫലം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ പേഴ്സണ് തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളിലേക്ക് എത്തുന്നത്. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം, പോസിറ്റീവ് എനർജി, ഒരു കരുതൽ നിങ്ങൾ തന്നെയാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങളെന്ന പോസിറ്റീവ് എനർജിയെ ഇനി നഷ്ടപ്പെടുത്തിക്കൂടാ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുതന്നെയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള യാത്രയെ കാണിക്കുന്നത്, ട്രാവലിനെ കാണിക്കുന്നത്. കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർ അവരുടെ മനസ്സിനെ കൺട്രോളിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് എത്തുകയാണ്. അവരുടെ ഇമോഷൻസിനെ അവർ സ്വയം കൺട്രോളിലാക്കുകയാണ്. പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിൽ വിശ്വസിക്കാം, ട്രസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെന്ന് അവർ തിരിച്ചറിയുന്നു. നിങ്ങളെ അവർ മനസ്സിലാക്കുന്നു. തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് അവർ ചെയ്തിട്ടുള്ള തെറ്റ് തിരുത്താനാണ്. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും എല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.